എല്ലാവർക്കും നമസ്കാരം. പ്രേമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. എന്നും വീട്ടിലുള്ള ഗോതമ്പ് പൊടിയും പഴുത്ത നേന്ത്രപ്പഴവും കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. പൊടി ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇളം ചൂടോട് കൂടി തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിതിപ്പോൾ കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡോ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ചൂടായി വന്ന പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. അതുകൊണ്ട് തന്നെ ചൂട് തട്ടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര പാനിയാണെങ്കിൽ ശർക്കര പാനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പാനിയാകുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കടിക്കാനായിട്ട് കിട്ടും. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ കിട്ടുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം ഗോതമ്പ് പൊടിയിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് എനിക്ക് കവർ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പഴമൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട്, നെയ്യിലൊക്കെ വാട്ടിയെടുത്ത പഴമായതുകൊണ്ടും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് പാന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഇത് പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നെയ്യ് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.